പൊട്ടി പോരെ കളിയാണ്. മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ്, ബോർഡർ ചെക്ക് പോസ്റ്റ്. എങ്ങനെ നിങ്ങൾ പറഞ്ഞത്? പൊല്യൂഷനാ? പൈസ എങ്ങനെ ലോറിക്കാരെ പൈസ എങ്ങനെ തിന്നാ? വൃത്തികെട്ട ജന്തുക്കൾ തന്നെ പറയാം. പിടിച്ചു വാങ്ങാം. 500 കൊടുത്തിട്ട് 500 പോരാ, ഫയലെടുത്തോണ്ടേ. പിന്നെ എത്ര വേണം? 700 വേണം. അല്ലെങ്കിൽ ഫയലുണ്ട്. ഫയലുണ്ട് പിഴിഞ്ഞാൽ വാങ്ങിച്ചാൽ ഇത്രയും ലക്ഷണം കിട്ടാൻ വർഗം പണിക്കന്മാരത്ത് വേറെ ഉണ്ടാവില്ല. കള്ളന്മാരും കൊള്ളക്കാരത്തിലൊക്കെ ഭേദാട്ടോ. ഇല്ലാന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ടാന്ന് പറയുള്ളൂ. കള്ളന്മാര് പിടിച്ചാണ് ഇന്നത് കാര്യമില്ല ഉള്ളത് കൊണ്ടാണ്. ശമ്പളം വാങ്ങേണ്ടത് കണ്ട വണ്ടികളൊക്കെ അതിൽ കയറി പോകാണല്ലോ. ഈ വണ്ടിക്കൊക്കെ എത്ര കയറി വാങ്ങിയിട്ടുണ്ടാവുക. അതാണ് അങ്ങനത്തെ വണ്ടികളാണ് കൂടുതലുള്ളത്. ട്രെയിലറാണ് കൂടുതലുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് 12,200 വാങ്ങുന്നുണ്ടെങ്കിൽ ട്രെയിലറിനൊക്കെ എത്ര വാങ്ങാം? ഇങ്ങനെ കിടക്കാണ് ഭൂമി. മധ്യപ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റ്. ഇവർക്ക് എത്ര തിന്നാൻ കൊടുക്കേണ്ടി വരിക? हमको हिंदी नहीं आता, पहचाना रहेगा. പിടിച്ചൊക്കെ മണ്ണിട്ട് തൂത്തുക്കണം. എത്രങ്ങാനും വണ്ടികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണുന്നില്ല. എത്രങ്ങാനും വണ്ടികളാണല്ലേ. ലോറിക്കാർ അധ്വാനിക്കേണ്ട പൈസ മതി. ലോറി പ്രസ്ഥാനം ലോറിക്കാരൊക്കെ അപ്പം തിന്നാനായിട്ട് കുറെ ഗവൺമെന്റ് കുറെ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ മോശമാണ്. സർക്കാരും ഗവൺമെന്റ് കിട്ടുന്നുണ്ടാവല്ല. താങ്ക് യു ഇന്റഗ്രേറ്റഡ് ബോർഡർ ചെക്ക് പോസ്റ്റ്. കണ്ണടം നോക്കി സൈഡായിട്ട് ഉപ്പുമാവും ചായ ഉണ്ടാക്കും.
അതേ പായാണ് നമ്മളെ കാക്കാൻ്റെ വണ്ടിയിലുണ്ടായിട്ട്. നല്ല സുഖം, ഒരാൾക്ക് ഒറ്റക്ക് മടക്കാനും നേരം പായി. ഏതായാലും ഈ പെടുത്ത പണി അടിപൊളി. 2 റൂട്ടും മേലേക്ക് കയറാൻ മാത്രം. അരുണോർക്ക് ആ സൈഡ് കൂടെ പോവാം. ഞാനീ റൂട്ടിൽ വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞു. പുതിയ റോഡ്. അപ്പോൾ ചങ്ങായി പറയാം, നമ്മളിത് ആ ഇൻഡോർ അടുത്തെത്തിയിട്ടുണ്ട്. ഒരു 30 കിലോമീറ്റർ ബാക്കിയുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡാക്കിയിട്ടാണ്. കുറേ നമ്മൾ അണ്ണാകാടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിർത്തിക്കണം. ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ഇനി വെയിലൊക്കെ കറിയിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ നമ്മളെ സ്പോട്ടിലേക്ക് പിടിക്കാമെന്ന് കരുതി. ഇത് സ്ഥലം പീതാംബൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പീതാംബൂർ. സംഗതി നല്ല ചൂടാട്ടോ ഇവിടെ. വെയിൽ നല്ല വെയിലാണ്. മഹാരാഷ്ട്രക്ക് നല്ല തണുപ്പാണ്. ചെറിയ ചെറിയ ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും കാണില്ല. അപ്പോൾ കാക്ക ഇങ്ങനെ വണ്ടിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. കാക്ക ഉണ്ടാക്കിയില്ല? അപ്പോൾ ചോറൊക്കെ റെഡിയാണ്, ഇനി കഴിച്ചാൽ മതി. അപ്പോൾ നമ്മളിതാ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കട വരുന്നത്. നമുക്ക് തന്ന ലൊക്കേഷന്. അപ്പോൾ രാത്രിയോടെ കൊണ്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട് നമ്മൾ. ഇതാണ് കേട്ടോ ടൈൽസ് ഗാലറി ആണ്, പ്ലൈവുഡ്. ഇതാണ് നമുക്ക് തന്ന ലൊക്കേഷൻ. വണ്ടിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ പണിക്കാർ വരും. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് മയങ്ങാം അതുവരെ. അപ്പോൾ നമ്മൾ മധ്യപ്രദേശിൻ്റെ മധ്യത്തിലെത്തിയിട്ടുണ്ട്. രാത്രി കൊടുത്ത് നിർത്തിയതാണ്. 3 മണിയാകുമ്പോൾ എത്തണം എന്നൊക്കെ പറഞ്ഞു രാത്രി. നമ്മളൊരു 12 ആയപ്പോൾ കൊടുത്ത് നിർത്തിയതാണ്. കട ഇതുവരെ തുറന്നിട്ടില്ല. ഞാൻ 8 മണി കഴിഞ്ഞു. വണ്ടിയൊക്കെ കറുത്ത് പോയി. ഇവിടത്തൊക്കെ മണ്ണ് എന്ന് പറഞ്ഞൊരു കറുത്ത മണ്ണാണ്. അതില്ല, അത് മഴ എങ്ങാനും കൊണ്ട് ചളിയായി കഴിഞ്ഞാൽ ഒരുമാതിരി മൈദ കുഴച്ച മതി. അപ്പോൾ അതാ നമ്മൾ പായൊരു പകുതി അയച്ചു വെച്ചിട്ടുണ്ട്. കാലാവസ്ഥ ഒക്കെ വളരെ ശോചനീയമാണ്. ഇടയ്ക്ക് മഴ ചാറും. ഇന്നിപ്പോൾ രാത്രി ചാറിയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, വെയിലുണ്ട്. വെയിലങ്ങനെ മറിഞ്ഞ് നമ്മൾ മഴക്കാറ് വരുന്നുണ്ട്. അത് പകുതി ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ അട്ടിയായിട്ട് ഇറക്കാൻ വരും. നമ്മളവരുടെയൊക്കെ ഇങ്ങനെ കഴിച്ച് വെച്ചിട്ടുണ്ട്. അവരെ പരിപാടി തുടങ്ങി കിട്ടിയാൽ ഉച്ച തിരിഞ്ഞ മഴ ആയിരിക്കും.
ശ്രീനാഥ് ടൈൽസ് ആൻഡ് സാനിറ്ററി വിൻഡോ. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചായി. കാലാവസ്ഥ ഒക്കെ ഒരു കണക്കിൽ തുടങ്ങിയിട്ടുണ്ട്. മഴയ്ക്ക് മുമ്പ് തീർന്നിട്ടേ രക്ഷപ്പെട്ടു. റോഡിൽ നടന്നു കൊടുക്കണം. റോഡാണ് ഭയങ്കര തിരക്ക്. ഫുൾ ടൈം ആയതുകൊണ്ട് ആർക്കും തോന്നുന്നുണ്ട് അത് കുറച്ച് തന്നെ കുറവാകുമെന്നാവും. ഇത്തരം ഐതിഹ്യപരമായിട്ട് ലോഡ് ഇറക്കുന്നു. നമ്മളെ ലോഡ് ഇതാ ഏകദേശം ഇറക്കി തീരാറായി. റോഡാണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കാണ്. നമുക്കാണെങ്കിൽ ഇവിടെ യൂ ടേൺ അടിച്ച് പോകണം. ഇതാ ഇങ്ങോട്ട് യൂ ടേൺ അടിച്ച് പോകണം. എങ്ങനെ ഇവിടെ യൂ ടേൺ അടിച്ച് പോകുന്നത് ഐഡിയ. അജാതി ബ്ലോക്കാണ്. 3-4 ലൈനൊക്കെയാണ് വണ്ടികൾ പോകുന്നത്. അത് അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. തുടങ്ങിയിട്ട് കുറേ നേരമായി. എപ്പോൾ തീരാന്നാവും. അപ്പോൾ നമ്മളിതാ ലോഡൊക്കെ ഇറക്കി ഒരു വിധം അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നിട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻഡോർ രൂപേഷേട്ടൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. നിറച്ച് വണ്ടികളുണ്ട്. നല്ല അടിപൊളി ഒരു പറമ്പ്. ചെറിയൊരു കുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്നാ ലോഡ് കിട്ടാന്നൊരു ഐഡിയ ഇല്ല. കിട്ടുമ്പോൾ കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത ലോഡ് അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.